അതെ, വാട്സപ്പ് വോയിസ് നോട്ട് ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെയാണോ കേൾക്കുന്നത്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്കല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ. അതെ, എല്ലാം തികഞ്ഞ ആൾക്കാരോടല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും ചിലർ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എല്ലാം തികഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. സാധാരണ ഇതൊന്നും അറിയാൻ മേലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഒരു 10 അടി അങ്ങോട്ട് മാറി നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വോയിസ് കേൾക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആണെന്ന് വെച്ചോ, പുറത്ത് എവിടെയെങ്കിലും ആണ്, ഇപ്പോൾ ഈ വോയിസ് നമുക്ക് കേൾക്കണം. പലരും ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ വോളിയം കുറയ്ക്കും. വോളിയം കുറച്ചതിന് ശേഷം ഇങ്ങനെ വെക്കും. വലിയ പാടാണ്. അപ്പം ഈ സ്ക്രീനിലുള്ളതും ആൾക്കാർ കാണാൻ പാടില്ല, വോയിസും കേൾക്കാൻ പാടില്ല. ഇങ്ങനെ വെച്ച് വിഷമിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു വോയിസ് ക്ലിപ്പാണ്. വോയിസ് നോട്ടാണ്. ഇതൊരു വോയിസ് നോട്ടാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തതിന് ശേഷം ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ സാധാരണ ഫോൺ വിളിക്കുന്ന പോലെ തന്നെ എടുത്ത് ചെവിയിലോട്ട് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇവിടെയേ കേൾക്കത്തുള്ളൂ. ഇതിനകത്തോട് നമ്മൾ ഫോൺ വിളിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് കാണിച്ചുതരാം. ഇപ്പോൾ നമ്മളിങ്ങനെ ഞെക്കി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീൻ ഓണാണേ. എൻ്റെ കൈ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ കണ്ടോ കെട്ടു. എൻ്റെ അർത്ഥം എന്നാ, ഇപ്പോൾ ഇവിടെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളിത് പ്ലേ ചെയ്തിട്ട് ഈ ചെവി വെച്ചു, അപ്പോൾ വോയിസ് ഇവിടെ കേൾക്കുന്നുണ്ട്. ഈ കേട്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൈ ഒന്നും അറിയാതെ ഇങ്ങനെ അനങ്ങി. അപ്പോൾ ഇങ്ങനെ അനങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സ്ക്രീൻ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത് വോയിസ് നിൽക്കും. അന്നേരം തന്നെ മാറ്റിയിട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്തിട്ട് വെച്ചാൽ മതി, വേറെ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ തന്നെ വെച്ചിട്ട് കേൾക്കാത്തതെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെവി മുട്ടിയിട്ട് അവിടെ മുട്ടിയിട്ട് വേറെ വല്ലതൊക്കെ ഫോർവേഡായിട്ട് പോകും കേട്ടോ. അതൊന്ന് സൂക്ഷിച്ചോണം, അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. താങ്ക് യു. എല്ലാം തികഞ്ഞവരെ ക്ഷമിക്കണേ.